ഗ്രാമർ എന്ന് കേൾക്കുമ്പോൾ പേടിക്കണ്ട. സംസാരിക്കുമ്പോൾ ആവശ്യം വരുന്ന കുറച്ചു കാര്യങ്ങൾ അതുമാത്രമാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞുപോയ കാര്യങ്ങളെ കുറിച്ച് പറയാൻ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യാം. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ കുറിച്ചാണ്. എവിടെയെല്ലാം സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യാം, മാത്രമല്ല സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ഒരു സെന്റൻസ് എഴുതുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, വീഡിയോ നോക്കാം. ഫസ്റ്റ് പോയിന്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കംപ്ലീറ്റഡ് ആയ അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞ ഒരു കാര്യത്തെ കുറിച്ച് പറയാൻ സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യാം. കംപ്ലീറ്റഡ് ആയ അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞ ഒരു കാര്യത്തെ കുറിച്ച് സംസാരിക്കാൻ സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യാം. സെന്റൻസസ് നോക്കിയേ. മനുവിന് ഇന്നലെ ഒരു കത്ത് കിട്ടി. മനുവിന് ഇന്നലെ ഒരു കത്ത് കിട്ടി. മനു received a letter yesterday. മനു received a letter yesterday. ഈ received എന്നതിന് പകരം got എന്ന് വേണമെങ്കിലും എഴുതാം. മനു got a letter yesterday. ലെറ്റർ ആയതുകൊണ്ട് ബെറ്റർ വേർഡ് received എന്ന് തന്നെയാണ്. മനു received a letter yesterday. അടുത്ത സെന്റൻസ് നോക്കാം. ഞാൻ ഇന്ന് രാവിലെ അവളെ കണ്ടു. ഞാൻ ഇന്ന് രാവിലെ അവളെ കണ്ടു. I saw her this morning. I saw her this morning. മറ്റൊന്നും പറയാം. I saw her this morning. ഞാൻ ഇന്ന് രാവിലെ അവളെ കണ്ടു. മറ്റൊരു എക്സാമ്പിൾ കൂടി നോക്കാം. അവൻ 1 മണിക്കൂർ മുൻപ് ഈ ജോലി പൂർത്തിയാക്കി. അവൻ 1 മണിക്കൂർ മുൻപ് ഈ ജോലി പൂർത്തിയാക്കി. He completed this work 1 hour ago. 1 hour ago. He completed this work 1 hour ago. 1 മണിക്കൂർ മുൻപ് അവൻ ഈ ജോലി പൂർത്തിയാക്കി. ഇപ്പൊ നമ്മൾ 2-3 സെന്റൻസസ് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ പറഞ്ഞു അല്ലേ? എങ്ങനെയാണ് ഈ സെന്റൻസുകൾ എഴുതുന്നത്? സിമ്പിൾ പാസ്റ്റ് ടെൻസിലെ സെന്റൻസ് എഴുതുന്നത് സബ്ജക്റ്റിന് ശേഷം എപ്പോഴും വെർബിന്റെ രണ്ടാമത്തെ രൂപമായിരിക്കും. വെർബിന്റെ രണ്ടാമത്തെ രൂപം V2. അത് ഏത് സബ്ജക്റ്റ് ആണെങ്കിലും സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും V2 തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി വെർബിന്റെ രണ്ടാമത്തെ രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോക്കിയേ, പ്ലേ. ഇതൊരു ബേസ് ഫോം ആണ് അല്ലെ? ഇതിന്റെ V2 എന്ന് പറയുന്നത് പ്ലേഡ് എന്നാണ്. വർക്ക്, വർക്ക്ഡ്. ഇങ്ങനെ എല്ലാ വെർബിനും ED തന്നെ ചേർന്ന് വരണം എന്നില്ല. അല്ലാത്ത രീതിയിലും നമ്മൾ V2 എഴുതാറുണ്ട്. മീറ്റ്, മെറ്റ്. ഇത്തരത്തില് വെർബിന്റെ രണ്ടാമത്തെ രൂപമാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു പോയിന്റ് കൂടി പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞ സെന്റൻസിൽ യെസ്റ്റർഡേ, ലാസ്റ്റ് ഡേ, ദിസ് മോർണിംഗ്, എഗോ എന്നീ വേർഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. യൂഷ്വലി സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ സെന്റൻസ് പറയുമ്പോൾ ഇത്തരം ടൈം ക്ലൂസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ എല്ലാ സ്ഥലത്തും ഇത്തരം ടൈം ക്ലൂസ് യൂസ് ചെയ്യണമെന്ന് നിർബന്ധവുമില്ല. അടുത്ത പോയിന്റ് നോക്കാം. കഴിഞ്ഞു പോയൊരു സമയത്ത് നമുക്കുണ്ടായിരുന്ന ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ ശീലത്തെ കുറിച്ച് പറയാൻ സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യാം. ഞാൻ ഒന്നുകൂടി പറയാം. കഴിഞ്ഞു പോയൊരു സമയത്ത് നമുക്കുണ്ടായിരുന്ന ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ ശീലത്തെ കുറിച്ച് പറയാൻ സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യാം. കഴിഞ്ഞു പോയൊരു സമയം എന്ന് പറഞ്ഞാൽ ഓൾറെഡി കംപ്ലീറ്റഡ് ആണ് ആ ടൈം പീരീഡ് അല്ലെ? ഇപ്പോ നമുക്ക് ആ ശീലം ഇല്ല. സെന്റൻസസ് നോക്കാം. ഞാൻ കുട്ടിയായിരുന്നപ്പോ എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുമായിരുന്നു. ഞാൻ കുട്ടിയായിരുന്നപ്പോ എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുമായിരുന്നു. എങ്ങനെ എഴുതാം? I exercised every day when I was a child. When I was a child. കണ്ടോ, ഞാൻ കുട്ടിയായിരുന്ന സമയത്ത് ഞാൻ ഡെയിലി എക്സസൈസ് ചെയ്യുമായിരുന്നു. ഇപ്പൊ ചെയ്യാറില്ല. മുൻപുണ്ടായിരുന്ന ഒരു ശീലം പറയാനായിട്ട് നമുക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസ്
യൂസ് ചെയ്യാം. V2. I exercised every day when I was a child. ഇവിടെ ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം. പാസ്റ്റിലെ ശീലങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു പ്രയോഗം യൂസ് ടു ആണ്. യൂസ് ടു യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മുൻപുണ്ടായിരുന്ന ഒരു ശീലത്തെ കുറിച്ച് പറയാം. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോ യൂസ് ടുവിനെ കുറിച്ച് ചെയ്തിരുന്നു. അടുത്ത എക്സാമ്പിൾ നോക്കാം. അക്ഷയ് മുൻപ് ധാരാളം ജങ്ക് ഫുഡ്സ് കഴിക്കുമായിരുന്നു. അക്ഷയ്ക്ക് ഒരു ശീലം ഉണ്ടായിരുന്നു മുൻപ് ഒരുപാട് ജങ്ക് ഫുഡ്സ് കഴിക്കുന്നത്. ഇപ്പൊ ആ ശീലമില്ല. അപ്പൊ നമുക്ക് എഴുതാം അക്ഷയ്. ഇവിടെ നമുക്ക് യൂസ് ടു യൂസ് ചെയ്തുകൊണ്ട് എഴുതി നോക്കാം. യൂസ്ഡ് to eat a lot of junk food before. Akshay used to eat a lot of junk food before. മുൻപ് അക്ഷയ്ക്ക് ഒരുപാട് ജങ്ക് ഫുഡ് കഴിക്കുന്ന ശീലം ഉണ്ടായിരുന്നു. അപ്പോൾ ശീലം കാണിക്കാൻ, പാസ്റ്റ് ഹാബിറ്റ് കാണിക്കാൻ യൂസ് ടു യൂസ് ചെയ്തു. ശ്രദ്ധിക്കണം, യൂസ് ടു കഴിഞ്ഞാൽ പിന്നെ ഈറ്റിനെ നമ്മൾ പാസ്റ്റിലേക്ക് ചേഞ്ച് ചെയ്യില്ല. കാരണം യൂസ് ടു എന്നത് തന്നെ പാസ്റ്റിലെ ഒരു പ്രയോഗമാണ്. നെക്സ്റ്റ് നോക്കാം. ഇനി പാസ്റ്റിലെ ഒരു ഡ്യൂറേഷൻ ഓഫ് ടൈം പറയുമ്പോൾ, അതായത് ആ ആക്ടിവിറ്റി തുടങ്ങിയതും അവസാനിച്ചതും പാസ്റ്റിൽ തന്നെ ആകുമ്പോൾ അവിടെ നമുക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യാം. നമ്മൾ ഒരു കാര്യം പറയാണ്, ആ കാര്യം തുടങ്ങുന്നതും അവസാനിക്കുന്നതും പാസ്റ്റിൽ തന്നെ ആണെങ്കിൽ അവിടെ നമുക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യാം. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാല്, നമ്മൾ മുൻപ് അവിടെ താമസിച്ചിരുന്നു, അല്ലെങ്കിൽ ഇത്ര വർഷം മുതൽ ഇത്ര നാള് വരെ നമ്മൾ അവിടെ പഠിച്ചിരുന്നു. ഒരു ഡ്യൂറേഷൻ ഓഫ് ടൈം ആണ് നമ്മൾ പറയുന്നത് അല്ലെ. അത് തുടങ്ങിയതും അവസാനിച്ചതും എല്ലാം പാസ്റ്റിൽ തന്നെ. ഇത്തരം സിറ്റുവേഷൻസിൽ നമുക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യാം. സെന്റൻസ് നോക്കിയേ. എന്റെ കുട്ടിക്കാലം ഞാൻ ഡൽഹിയിലാണ് ചെലവഴിച്ചത്. എന്റെ കുട്ടിക്കാലം ഞാൻ ഡൽഹിയിലാണ് ചെലവഴിച്ചത്. I spent my childhood in Delhi. ഇവിടെ നമ്മളൊരു കാര്യം പറയുന്നുണ്ട്, അത് തുടങ്ങിയതും അവസാനിച്ചതും എല്ലാം പാസ്റ്റിലെ ഒരു ഡ്യൂറേഷൻ ഓഫ് ടൈമിലാണ്. അതുകൊണ്ട് തന്നെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യാം. I spent my childhood in Delhi. അടുത്ത സെന്റൻസ് നോക്കാം. ഞാൻ കോളേജിൽ പഠിച്ചിരുന്നപ്പോ ജർമ്മൻ പഠിച്ചിരുന്നു. ഞാൻ കോളേജിൽ പഠിച്ചിരുന്നപ്പോ ജർമ്മൻ പഠിച്ചിരുന്നു. I studied, V2 ആണ്, studied German when I was in college. When I was in college. I studied German when I was in college. ഇനി കഴിഞ്ഞു പോയൊരു സംഭവത്തെ കുറിച്ച് വിവരിക്കുമ്പോൾ, എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ, കഴിഞ്ഞു പോയൊരു ഇൻസിഡന്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യാം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ a series of completed actions, അവിടെ നമുക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് പോയി അവിടെ ഇന്ന കാഴ്ചകൾ കണ്ടു, അല്ലെങ്കിൽ ഇന്ന ഫുഡ് കഴിച്ചു എന്നൊക്കെ കഴിഞ്ഞു പോയ ഒരു ഇൻസിഡന്റിനെ കുറിച്ച് നമ്മൾ വിവരിച്ചു പറയാറുണ്ട് അല്ലെ. ഇത്തരം സിറ്റുവേഷൻസിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യാം. എക്സാമ്പിൾ നോക്കിയേ. രാഹുൽ arrived at the airport at 6 p.m. രാഹുൽ arrived, V2, at the airport 6 p.m. checked into the hotel at 7 p.m. വീണ്ടും V2 ലാണ് പറയുന്നത്. checked into the hotel at 7 p.m. and went for dinner at 8 p.m. ഇവിടെ എല്ലാം സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു സീരീസ് ഓഫ് കംപ്ലീറ്റഡ് ആക്ഷൻസ് ആണ്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്ത കാര്യങ്ങൾ. ഇത്തരത്തിൽ കഴിഞ്ഞു പോയൊരു കാര്യത്തെ കുറിച്ച് 1 by 1 ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നമുക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യാം. മറ്റൊരു എക്സാമ്പിൾ കൂടി നോക്കാം. She first washed the vegetables and then chopped them firmly. She first washed the vegetables and then chopped them firmly. So ഇങ്ങനെ 1 by 1 ആയിട്ട് നടന്നു കഴിഞ്ഞ കാര്യങ്ങള് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നമുക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യാം. ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ കുറിച്ചാണ്. ടെൻസ് എന്ന് പറയുമ്പോഴേ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തിരുന്നത്.
വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ടെൻസസ്. ഈ ടെൻസ് പഠിച്ചാൽ മാത്രമേ സംസാരിക്കാൻ പറ്റൂ എന്നൊന്നുമില്ല. ഓരോ ടെൻസിനും ഓരോ യൂസസ് ഉണ്ട്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് കഴിഞ്ഞു പോയൊരു കാര്യത്തെ കുറിച്ച് പറയുമ്പോഴാണ്. കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ഷനെ കുറിച്ച് പറയുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യും. നമുക്കറിയാം വെർബിന്റെ രണ്ടാമത്തെ രൂപം V2 ആണ് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ യൂസ് ചെയ്യുന്നത്. ഓരോ യൂസസും തമ്മിൽ വളരെ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. എക്സാമ്പിൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഓരോ യൂസസും തമ്മിൽ വളരെ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈ യൂസസ് ഒന്നും നമ്മൾ കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.